وبركاته. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നല്ല ഒരു റമദാനാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരിച്ചവർക്കൊക്കെ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ. ഇലാഹായ റബ്ബുൽ ആലമീൻ നമുക്കൊക്കെ ആരോഗ്യമുള്ള ദീർഘായുസ്സും സമ്പുഷ്ട ജീവിതത്തിനായി പ്രദാനം ചെയ്യട്ടെ. സൂറത്തുൽ ഹുജറാത്തിലൂടെ പടച്ചറപ്പ് പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ ളന്ന്, ഒരുപാട് ധാരണകൾ നിങ്ങൾ ഒഴിവാക്കണം. നമ്മുടെ ധാരണകൾ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. ഒരുപാട് തെറ്റിദ്ധാരണകൾ അതിൽ വന്നു ചേരും. അതുകൊണ്ട് കസീറൻ മിനൽ ളന്ന്, അങ്ങനത്തെ ധാരണകളിൽ നിന്ന് മിക്കതും നിങ്ങൾ മാറ്റിവെക്കണം. ഇന്ന ബഅദൽ ളന്ന് ഇസ്മ, ചില ധാരണകൾ, അങ്ങനെ തെറ്റായിട്ടുള്ള ചില വിചാരങ്ങൾ വലിയ പാതകമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ധാരണയും ചിന്തയും നമ്മൾ എപ്പോഴും നന്നാക്കിക്കൊണ്ടിരിക്കണം. ഇസ്ലാമികമായ പഠനം തന്നെ അതാണ്. മുഅ്മിനീങ്ങളൊക്കെ കൊണ്ടൊക്കെ പോസിറ്റീവായി ചിന്തിക്കണം, നല്ലത് ചിന്തിക്കണം, തെറ്റിദ്ധരിക്കാൻ പാടുള്ളതല്ല. മിസ്കൺസെപ്ഷൻ വളരെ ഡേഞ്ചറായ രോഗവും തെറ്റുമാണെന്ന് പരിശുദ്ധമായ ദീൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇയ്യാക്കും, ഒരു ഹദീസിൽ കാണാം, നിങ്ങളെ സൂക്ഷിക്കണം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന തെറ്റിദ്ധാരണകളും, ഒരാൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും അത് അതിനായിരിക്കും, ഒരാൾ അവിടുന്ന് വരുന്നത് കാണുമ്പോഴേക്കും ഇവിടെ നിന്നായിരിക്കും. ഇങ്ങനെയുള്ള ധാരണകൾ ഉണ്ടല്ലോ, തീർച്ചയായും നിങ്ങൾ സൂക്ഷിക്കണം. ഈ തെറ്റിദ്ധാരണ അത് ഏറ്റവും വലിയ കള്ളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാര്യം? അങ്ങനെ തോന്നുന്ന മിക്ക തോന്നലുകളും, അങ്ങനെ തോന്നുന്ന മിക്ക ചിന്തകളും വിചാരങ്ങളും ആ തെറ്റിദ്ധാരണകളൊക്കെ പിശാച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിടുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ തെറ്റിദ്ധരിച്ചാലുള്ള കുറ്റമുണ്ടല്ലോ, അത് കള്ളം പറയുന്നതിനേക്കാൾ ഗുരുതരമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. തെറ്റിദ്ധാരണ കള്ളം പറയുന്നതിനേക്കാൾ ദുരന്തപൂർണമാണ്. മനോഹരമായ ഒരു ഉറുദു കാവ്യമാണ്. ഒരു തെറ്റായ ധാരണ കൊണ്ട് എത്രയെത്ര ഹൃദയത്തിന്റെ കണ്ണാടികളാണ് പൊട്ടിത്തകർന്ന് ഓടുപോയത്. ഒരു തെറ്റായ ധാരണ കൊണ്ട് വർഷങ്ങളോളം നീണ്ടുനിന്ന എത്രയെത്ര ബന്ധങ്ങളാണ് തകർന്ന് തരിപ്പണമായി പോയത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വൻ പാപമാണ്. ഒരുപാട് പ്രശ്നങ്ങളുടെ, ഒരുപാട് പകപോക്കലിന്റെ, ഒരുപാട് സ്വരച്ചേർച്ചയില്ലായ്മയുടെ, ഒരുപാട് പിണക്കത്തിന്റെ, ഒരുപാട് തർക്കവിതർക്കങ്ങളുടെ, ഒരുപാട് കലഹങ്ങളുടെ, ഒരുപാട് കശപിശകളുടെ കാരണം ഈ തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സൂക്ഷിക്കണേ, അതുവൻ പാപമാണ്.
അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഖാല റജുൽ, ഒരു മനുഷ്യൻ പറഞ്ഞു, ഹലക്കന്നാസ്, ജനങ്ങളൊക്കെ നശിച്ചു പോയില്ലേ, ജനങ്ങളൊക്കെ കേടുവന്നു, ആകെ മോശായല്ലോ എന്ന് പറഞ്ഞാൽ ഫഹുവ, ആ പറയുന്നവൻ അഹ്ലകുഹും, അവരിൽ ഏറ്റവും വലിയ നാശകാരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു ത്യാഗാണത് സത്യത്തിൽ, ഒരു ട്രെയിനിങ് ആണ്. അതങ്ങനെ ചിന്തിച്ച് 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 കാണുന്നതൊക്കെ നന്മയായി തോന്നണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇദാ സാഅ ഫിഅലുൽ മർഇ സാഅത് സുനൂനുഹു, ഒരു മനുഷ്യന്റെ പ്രവൃത്തി മോശമാണെങ്കിൽ അവന്റെ ചിന്തയും മോശമായിരിക്കും. ഒരാളുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ ചിന്തയും നല്ലതാകും. നമ്മൾ മോശക്കാരാകുമ്പോഴാണ് നമ്മുടെ ചിന്ത മോശമായി കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് നന്നായി ചിന്തിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഒരു അഅറാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കറുത്ത കുട്ടിയാണ് ഉണ്ടായിട്ടുള്ളത്, എനിക്കിതിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തോ എന്റെ ഭാര്യയുമായിട്ട് ആരോ ഒരു അവിഹിത ബന്ധമുള്ളതുപോലെ. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ ഒട്ടകങ്ങളൊക്കെ നിറന്താ? ചുവപ്പ്. ആ ഒട്ടകങ്ങൾക്കിടയിൽ ചാരനിറവുമില്ലേ? അങ്ങനെ സംഭവിക്കാറില്ലേ? അതുപോലെ നിങ്ങൾക്കിടയിൽ കറുത്ത കുട്ടിയുണ്ടായാൽ എന്താണെന്ന് ചോദിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിദ്ധാരണ നീക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചരിച്ചു എന്ന് ആദ്യം മുനാഫിഖീങ്ങൾ പറഞ്ഞു. പിന്നെയോ അത് സ്വഹാബാക്കൾ പോലും വിശ്വസിച്ചു. പിന്നെയോ സ്വന്തം കുടുംബക്കാർ, പൗരപ്രമുഖന്മാർ, ഖുറൈശി തമ്പ്രാക്കന്മാർ എല്ലാവരും വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഈ ആയിഷ അല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലേ? ഒന്ന് ഒഴിവാക്കിക്കൂടെ? ഒന്ന് തലാഖ് ചൊല്ലിക്കൂടെ? യാ റസൂലല്ലാഹ്, യാ മുഹമ്മദ്, അങ്ങയെ കാത്ത് എത്ര നല്ല തരുണീമണികൾ ഈ മക്കയുടെ ഭൂമിയിലുണ്ട്. എല്ലാവരും പറഞ്ഞപ്പോഴും എന്റെ ആയിഷയുടെ വിഷയത്തിൽ അല്ലാഹു തീരുമാനം പറയുന്നത് വരെ തെറ്റിദ്ധരിക്കില്ലെന്ന് ഉറപ്പിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ വെറുതെ ധരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും പറഞ്ഞിട്ട് പോലും അള്ളാന്റെ തീരുമാനത്തിന് കാത്തുനിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം അള്ളാഹ് കൊടുത്ത സമ്മാനം എന്താണെന്നറിയോ? സൂറത്തുൻ നൂറിലെ 11 ആയത്ത്. ഇന്നലെ രാത്രി നമ്മൾ മനോഹരമായി കേട്ട ആയത്തുകൾ, 11 ആയത്തുകൾ പടച്ച റബ്ബ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധി പറയാൻ വേണ്ടി മാത്രം ഇറക്കി. നോക്കൂ നിങ്ങൾ, അള്ളാന്റെ കലാം. അതിൽ 6666 വരുന്ന ആയത്തിൽ 11 ആയിഷ പരിശുദ്ധിയുള്ളവരാണെന്ന് പറയാൻ തെറ്റിദ്ധരിക്കാത്തതിന് അള്ളാഹു കൊടുത്ത സമ്മാനമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അങ്ങനെ ശീലിക്കണം, പോസിറ്റീവായി ചിന്തിച്ച് ശീലിക്കണം, മറ്റുള്ളവരെ പറ്റി നന്മ വിചാരിച്ച് ശീലിക്കണം. വലിയ ഇബാദത്താണ്, തെറ്റിദ്ധാരണയോ വലിയ ബാധകമാണ്. അതാണ് പിണക്കങ്ങളുടെ പ്രധാനമായ ഘടകം. അല്ലാഹ് ഞങ്ങൾക്ക് നന്നായി ചിന്തിക്കുന്ന മനസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ശുഭ ചിന്തയുടെ ഹൃദയം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ റഹ്മാനേ. വആഖിറു ദഅവതി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.